നാട്ടിലെ ചില ആധുനിക ബസ് സ്റ്റോപ്പുകൾ കാലത്തിനൊപ്പിച്ച് രൂപപ്പെടുത്തിയെന്ന് വിചാരിക്കുന്ന ചില ആധുനിക ബസ് സ്റ്റോപ്പുകളെ കുറിച്ചുള്ള ചില കഥകൾ കാണാം വേഗം. പല ബസ് സ്റ്റോപ്പുകളുടെയും നിർമ്മാണം ഇത്തരത്തിലാണ്. ആദ്യഘട്ടങ്ങളിൽ ഇരിപ്പിടങ്ങളാണ് ബസ് സ്റ്റോപ്പുകളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഉരുളൻ കമ്പികളാണ് ബസ് സ്റ്റോപ്പിൽ നിർമ്മിക്കുന്നത്. 2 കമ്പികൾ, അതിലാണ് ബസ് കാത്തിരിക്കുന്ന ആളുകൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ആളുകൾ എങ്ങനെയാണ് ഈ ഒരു പുതിയ ബസ് സ്റ്റോപ്പ് നിർമ്മാണ രീതിയോട് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. എങ്ങനെയുണ്ട് ഇതിലിരിക്കുമ്പോൾ? അല്ല, ഞങ്ങളിപ്പോൾ ഉള്ളവർക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രായമാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഒരു പ്രായമാരുടെ പലപ്പോഴും നമ്മളൊന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നിൽക്കാറാണ് പതിവ്, ഇരിക്കാറ് പോലുമില്ല. ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കണം. ഇവിടെ എന്തായാലും ഒരു ചേർന്നത് പിന്നെ ഇതിനെ പറയാൻ പറ്റില്ല. 2 ഉരുളൻ കമ്പികൾ കൊണ്ടുള്ളൊരു എങ്ങനെ ഇരിക്കണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ബുദ്ധിമുട്ടാണ്, നടുവൊക്കെ നല്ല വേദനയാണ്. പിന്നെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞങ്ങൾ ഇരിക്കുന്നു. പ്രായമാരും ഇരിക്കാറില്ല പൊതുവെ. അപ്പോൾ ഒരു ദിവസം സ്ഥിരം ഈ ബസ് സ്റ്റോപ്പിൽ വരാറുണ്ട്? വരാറുണ്ട്. അപ്പോൾ എത്ര നേരം ഇങ്ങനെ ബസ് കാത്തിരിക്കേണ്ടി വരാറുണ്ട് ഇവിടെ? മിക്കവാറും ഒരു അരമണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞൊക്കെ ഇരിക്കാറുണ്ട്. നമുക്ക് ഈ അരമണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഇരിക്കാൻ കഴിയും? ഒരിക്കലും പറ്റില്ല. സ്ഥിരം വരുമ്പോൾ അങ്ങനെയാണോ കാണാറ്? മുതിർന്ന ഒരാൾ ആരും ഇവിടെ ഇരിക്കാൻ വരാറില്ല? ഇതുവരെ ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ല. വളരെയധികം ഒന്നും കണ്ടിട്ടില്ല. വളരെ കുറച്ച് പേര് മാത്രം വന്നിരിക്കും. എന്തായാലും ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല. ഈ കമ്പികളിൽ ഇരിക്കാൻ പറ്റാറുണ്ടോ പലപ്പോഴും ഈ ബസ് സ്റ്റോപ്പുകളിലുള്ള? ശ്രദ്ധിച്ചിരുന്നില്ലേ, വീണുപോകും, വീഴും. ശരിക്കും ഇങ്ങനെയാണോ വേണ്ടത് ബസ് സ്റ്റോപ്പുകളിൽ? അല്ല, ഇരിക്കാനുള്ള സൗകര്യത്തിന് വെക്കണം. അത് പണ്ടത്തെ പോലെയല്ലേ ശരിക്കും വേണ്ടത്? ആന്ന്. ഈ കമ്പികൾ കൊണ്ട് എന്താണ് ഇവര്? അതിങ്ങനെ ഇഴിപ്പോ ഇതല്ല, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്. പ്രായമായവർക്കൊക്കെ പ്രായമായവർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും. കുട്ടികൾ അറിയത്തില്ലല്ലോ, കുട്ടികൾ ഇങ്ങനെ വന്ന് നെളിഞ്ഞു കൊടുക്കും, അപ്പോഴത്തേക്ക് പോകും. ഇപ്പോൾ ഈ പുതിയ നിർമ്മാണ രീതി അത് ശരിക്കും ജനങ്ങൾക്ക് ഉപയോഗപ്രദമാണ്? അല്ല, തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പഴയതുപോലെ സ്റ്റീൽ ബെഞ്ചുകളോ അല്ലെങ്കിൽ കസേരകളാണ് വേണ്ടത്. കാര്യം പ്രായമായാലും നടുവിനുള്ളവർ ഒരുപാട് യാത്രക്കാർ വന്നിരിക്കാറുണ്ട്. അവർക്കെല്ലാം തീർത്തും ബുദ്ധിമുട്ടാണ്. വളരെ അസ്വസ്ഥതയോടെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. മിക്ക ആളുകളും ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇങ്ങനെയാണ് ഈ ഒരു കാര്യം കൊണ്ടാണ് ഇരിക്കാനുള്ള സൗകര്യം ഫലപ്രദമായ രീതിയിൽ നിർമ്മിച്ചു കൊടുക്കേണ്ടതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. ഇത് മാറ്റി പഴയ പോലെ ബെഞ്ചോ കസേരയോ അല്ലെങ്കിൽ സിമെൻറ്റ് കൊണ്ടുള്ള ഒരു ഇരിപ്പിടം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. തീർച്ചയായും യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ദീർഘ യാത്രക്കാരാണ്, ഹൈവേയിലും MC റോഡിലും പോകുന്നവരാണ്. തീർച്ചയായിട്ടും നമ്മൾ പുതിയ ഒരു സൗകര്യത്തെക്കുറിച്ച് മാറി ചിന്തിക്കേണ്ടതുണ്ട്. ഇത് അധികം നേരമൊന്നും ഈ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാറൊന്നും കഴിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഫ്രണ്ട്ലി അല്ല, യൂസർ ഫ്രണ്ട്ലി അല്ല. ആളുകൾക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടാവും. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇത് ഭയങ്കര റഷാവും. അപ്പോൾ ആളുകൾ ഇരിക്കണേക്കാളും കൂടുതൽ പ്രിഫറായിട്ട് നിൽക്കുകയാണ് ചെയ്യൽ. ഇതൊരു ശരിയായ രീതിയിലല്ല ഇതിൻ്റെ നിർമ്മാണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക. കുറച്ച് നേരം കൂടുതൽ മാത്രമേ ഇരിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ എവിടെ നോക്കുകയാണെങ്കിലും ഈ MLA-മാരൊക്കെ അവരുടെ പേരിൽ ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കാറുണ്ട്. അതൊക്കെ ഇതാണ് ഒരു നിർമ്മാണ രീതി വരുന്നത്. ഒരു ഷെഡ് ഉണ്ടാക്കി അതിലിങ്ങനെ 2 കമ്പി വെക്കുന്നത്. ഇത് ശരിയാണോ? ഒരിക്കലും ശരിയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വേറൊന്നുമല്ല, കാരണം എന്തായാലും ജനങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ബസ് സ്റ്റോപ്പുകളൊക്കെ പണിയുന്നത്. അപ്പോൾ മന്ത്രിമാരുടെ അവരുടെ പേര് വെക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബസ് സ്റ്റോപ്പ് പണിയാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാണ്ട് ഒരു ബസ് സ്റ്റോപ്പ് അവരുടെ പേര് എഴുതി വെച്ചിട്ട് ജനങ്ങൾക്ക് പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ബസ് സ്റ്റോപ്പിന് പ്രയോജനം ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസും അങ്ങനെയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കുറേ നേരം ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത്, ബസ് ഇല്ലെങ്കിൽ തന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട്, പക്ഷേ കൂടുതലും പേര് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കാൻ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ കൂടുതൽ പേര് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഈ രീതിയിലൊക്കെ അവർ പണിയെടുപ്പിച്ചിരിക്കുന്നത്. സുഖമായ രീതിയിൽ ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കണമെന്ന് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം.